എനിക്ക് തലമുണ്ട് കിട്ടിയില്ല എന്നുള്ള സങ്കടവുമായിട്ട് പരാതിയായിട്ട് പോവുക, ഒടുവിൽ തലമുണ്ട് കിട്ടാനുള്ള വഴി കഴിയുമ്പോൾ തുറന്നു കിട്ടുന്ന വലിയ ആശ്വാസമാണ്. അപ്പോൾ അത്രമാത്രം സ്വപ്ന സാഫല്യമായി ലഭിച്ച ഈ തലമുണ്ട്. സിസ്റ്റേഴ്സ് ഇത് കേട്ട് ബുദ്ധിമുട്ടരുത്, ഞാൻ നിങ്ങൾ ആക്ഷേപിക്കാൻ പറയുകയല്ല. ഒരു പൊതു ക്രിസ്തീയ വിഷയം അവതരിപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ആക്ഷേപിക്കാൻ പറയുകയല്ല. ഓക്കെ. കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുന്നത് തന്നെയും യൂണിഫോം പോലെ മാത്രമായി, നേഴ്സുമാരുടെ യൂണിഫോം, പട്ടാളക്കാരുടെ യൂണിഫോം, പോലീസ് യൂണിഫോം എന്നൊക്കെ പറഞ്ഞ പോലെ തങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ യൂണിഫോം ധരിക്കുക എന്ന ഭാഗമായി മാത്രം ധരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പല ധ്യാന സെൻ്ററിലും ധ്യാനിപ്പിച്ചപ്പോഴവിടെ കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സിന് വേണ്ടി മാത്രം ഞാൻ ധ്യാനം നടത്തിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂളിലെ യൂണിഫോമും ഹിജാബും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ച ചൂടുപിടിക്കുകയാണല്ലോ. ഇക്കാര്യത്തിൽ ശിരോവസ്ത്രം ധരിച്ചൊരു കന്യാസ്ത്രീ അവിടെ ഒരു കുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നതിലെ പ്രസക്തി എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ശിരോവസ്ത്രം, കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം, വെയിൽ പ്രധാന ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സിസ്റ്റർ സോണിയ ആ കാര്യത്തിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, വളരെ നല്ലതാണ്. പറക്കമുറ്റാത്ത കാലത്ത് മാതാപിതാക്കളോ മതമോ അടിച്ചേൽപ്പിക്കുന്നതല്ല കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം. വളരെയേറെ പഠിച്ച് 5 കൊല്ലത്തെ പഠനത്തിന് ശേഷം തീരുമാനത്തിൽ ഉറച്ച് അവർ സഭാധികാരികളിൽ നിന്നും വ്രതമെടുത്ത് അവർ അത് സ്വയം സ്വീകരിക്കുന്നതാണ് എന്നൊക്കെ എഴുതി, വളരെ നല്ലൊരു പോസ്റ്റ്. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാനുള്ളതാണ്. ഇപ്പോൾ നിരവധി സന്യാസ സമൂഹങ്ങൾ തങ്ങളുടെ സഭാവസ്ത്രം തന്നെ മാറി സാരിയാക്കിയിട്ടുമുണ്ട്. ചിലർ സാരിയാക്കി മാറ്റിയെങ്കിലും ശിരോവസ്ത്രം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ നിരവധി സമൂഹങ്ങളിൽ, പകുതിയിലേറെ സന്യാസ സമൂഹങ്ങളിൽ ശിരോവസ്ത്രം ബാധകമല്ല. ഒത്തിരിയേറെ ആഗ്രഹിച്ച് അവർ സ്വന്തമാക്കി ശിരോവസ്ത്രം ഉപേക്ഷിക്കുന്നത് സന്യാസം ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമല്ല. സന്യാസ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ട് തന്നെ അവർ ശിരോവസ്ത്രം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കണം, ഈ ശിരോവസ്ത്രം എത്ര നാൾ ഇനി നിലനിൽക്കും? ശിരോവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച സന്യാസ സമൂഹങ്ങളിലും മുതിർന്ന തലമുറയിലുള്ളവർ മാത്രമാണ് പഴയ സന്യാസ വസ്ത്രവും ശിരോവസ്ത്രവും ധരിക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ ഈ വെയിൽ സംബന്ധിച്ച്, കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം സംബന്ധിച്ച് സിസ്റ്റർ സോണിയായിട്ട് പ്രസക്തമായ പോയിന്റുകൾ ഒരു തലമുറയ്ക്ക് ശേഷം പ്രസക്തമാണോ? ഈ ശിരോവസ്ത്രം സംബന്ധിച്ച് എന്താണ് ശരിയായ നിലപാട്? സഭാപരമായ എക്ലേസിയാസ്റ്റിക്കലായ കാഴ്ചപ്പാട് എന്താണ്? ബിബ്ലിക്കലായ കാഴ്ചപ്പാട് എന്താണ് എന്ന് സംബന്ധിച്ചൊരു വിശ്വാസി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. കത്തോലിക്ക സഭയിൽ അതൊരു മൂല്യമുള്ളതാണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിരോവസ്ത്രം എല്ലാം ഒരുപോലെയല്ല. ശിരോവസ്ത്രത്തിൻ്റെയൊക്കെ ആത്മീയ മൂല്യം വ്യത്യസ്തമാണ്. മുസ്ലിങ്ങളുടെ തട്ടത്തിനോ ഹിജാബിനുള്ളത് കന്യാസ്ത്രീകളിലെ ശിരോവസ്ത്രത്തിൻ്റെ, അതായത് വെയിലിൻ്റെ മൂല്യമല്ല. ഏതെങ്കിലും മതക്കാർ ഏതെങ്കിലും വിശ്വാസ വിഷയത്തിലുള്ള വസ്ത്രം ധരിക്കുകയോ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നെറ്റിയിലോ ശരീരത്തിലോ ധരിക്കുകയോ ചെയ്യുമ്പോൾ, തൊപ്പിയോ പൊട്ടോ കുറിയോ എന്തൊക്കെയായിട്ട് ഉൾപ്പെടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾ കുരിശ് വരയ്ക്കുന്നത്, ജപമാല പുറമെ ധരിക്കുന്നത് ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും പുറമേ കാണാവുന്ന തരത്തിൽ ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ മതവുമായി ബന്ധപ്പെട്ട അരൂപി സ്വാധീനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഹിജാബും കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും എല്ലാം ഒരേ അരൂപി സ്വാധീനമല്ല വിളിച്ചു വരുത്തുന്നത്. വ്യത്യസ്ത അരൂപി സ്വാധീനങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അത് ഓരോരുത്തരെയും അവരുടെ മതചിന്തയിൽ, മതമൂല്യത്തിൽ വളരാൻ സഹായിക്കും. ആ മൂല്യം മോശമാണെങ്കിൽ ആ അധപതനത്തിലേക്ക് പോകും. ആ മതമൂല്യം ശ്രേഷ്ഠമാണെങ്കിൽ ആ നന്മയിലേക്ക് വളരും. അതിന് സഹായം ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമായി ഞാൻ പരിഗണിച്ചിരുന്നില്ല. ഈ വെയിൽ വിഷയം, ശിരോവസ്ത്ര വിഷയം വിവാദമായിരിക്കെ ക്രൈസ്തവ വിശ്വാസികൾ ഇത് സംബന്ധിച്ചുള്ള പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ, അപ്പസ്തോലിക കാലഘട്ടത്തിൽ അവരെന്തോ പറഞ്ഞു, സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരെന്തോ പറഞ്ഞു, വിശുദ്ധരനേകർ എന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു, പ്രസക്തമാണെന്ന് കരുതി ഞാൻ ആ വീഡിയോ തുടർന്ന് ചേർക്കുകയാണ്. അതൊന്ന് കാണണം. പഴയ ക്രിസ്തീയ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പുരോഗമന ചിന്ത നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പസ്തോലിക പാരമ്പര്യത്തിലും സഭാപിതാക്കന്മാരുടെ കാലത്തും പ്രാബല്യമുള്ളതും അന്നു മുതൽ ഇന്നുവരെയും നിരവധി വിശുദ്ധർ പ്രാമുഖ്യം കൊടുത്ത് പ്രസംഗിച്ച് പ്രബോധിപ്പിച്ചിട്ടുള്ളതുമായ നിരവധി മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ നാം ഇന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. പുരോഗമന ചിന്ത നമ്മളെ വിഴുങ്ങിയിട്ടുണ്ട്. ഇല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? നമ്മുടെ കന്യാസ്ത്രീകളുടെ വെയിൽ, ശിരോവസ്ത്രം എടുക്കുക. ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിലെ നിറമുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ശിരോവസ്ത്രവും സഭാവസ്ത്രവും ധരിച്ച് കന്യാവ്രതം പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സ്വമനസാലെ സ്വീകരിക്കുന്നതാണ്, ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇത് ഉപേക്ഷിക്കാനുള്ള വെമ്പൽ വരുന്നു? സന്യാസം ഉപേക്ഷിക്കാനുള്ള വെമ്പലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. അതിലുപരി ആഗ്രഹത്താൽ സ്വീകരിച്ച ഈ തലമുണ്ട്, വെയിൽ ഉപേക്ഷിക്കാനും സാരി ആക്കാനും, ഉടുപ്പ് തന്നെ ഉപേക്ഷിച്ച് സാരി ആക്കാനുമുള്ള പല സന്യാസ സമൂഹങ്ങളിലും തീരുമാനങ്ങൾ പുരോഗമനാത്മകമാണ്. എന്നാൽ അത് ദൈവികമാണോ, ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കണ്ടേ? സാരി യൂണിഫോമുള്ള സന്യാസ സമൂഹങ്ങളിൽ ഇതൊന്നുമല്ല, നൊവേഴ്സിറ്റൊക്കെ കഴിഞ്ഞ് സഭാവസ്ത്ര സ്വീകരണത്തിന് സമയമാകുമ്പോൾ ചില അനുസരണക്കുറവോ ഇപ്പം പണിഷ്മെൻറ്റൊക്കെ ആയിട്ട് ചിലരുടെ സഭാവസ്ത്ര സ്വീകരണം വെസ്റ്റേഷൻ നീട്ടിവെക്കാറുണ്ട്.
അങ്ങനെ നീട്ടിവെക്കുന്നവരൊക്കെ എന്താ സ്വപ്നം കാണുന്നത്? എനിക്ക് തലമുണ്ട് കിട്ടിയില്ല എന്നുള്ള സങ്കടവുമായിട്ട് പരാതിയായിട്ട് പോവുക. ഒടുവിൽ തലമുണ്ട് കിട്ടാനുള്ള വഴി 2-3 കൊല്ലം കഴിയുമ്പോൾ തുറന്നു കിട്ടുന്ന വലിയ ആശ്വാസമാണ്. അപ്പോൾ അത്രമാത്രം സ്വപ്ന സാഫല്യമായി ലഭിച്ച ഈ തലമുണ്ട് വലിച്ചൂരിക്കളയാനുള്ള വ്യഗ്രത എവിടെ നിന്ന്? അത് പരിശുദ്ധാത്മാവിൻ്റെ ആണോ? ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിലോ ആലോചിക്കണം. പുതിയ തലമുറയെ സംബന്ധിച്ച് നമുക്ക് ശരിയും തെറ്റും വേർതിരിച്ചു കൊടുക്കണം. ഇന്ന് കന്യാസ്ത്രീകൾ ധരിക്കുന്ന ഈ ശിരോവസ്ത്രം വെയില് മുൻപ് ക്രൈസ്തവ സ്ത്രീകൾ എല്ലാവരും ധരിച്ചിരുന്നതാണ്. കൗമാരപ്രായം മുതൽ ക്രിസ്തീയ പെൺകുട്ടികളും വൃദ്ധരുമൊക്കെ ധരിച്ചിരുന്ന, സ്ത്രീകളെല്ലാം ധരിച്ചിരുന്നതായിരുന്നു ഈ ശിരോവസ്ത്രം. കഴിഞ്ഞ 15 നൂറ്റാണ്ട് വരെ കത്തോലിക്ക സഭയിലെ ആഗോളതലത്തിലുള്ള എല്ലാ സഭകളിലും എല്ലാവരും പാലിച്ചിരുന്ന നിഷ്ഠയായിരുന്നു. പിന്നീട് ഇത് തീക്ഷ്ണ വിശ്വാസമുള്ളവർ മാത്രം ഇത് അനുഷ്ഠിക്കുകയും ശിരോവസ്ത്രം ധരിക്കുകയും അതിനുശേഷം ക്രമേണ ഇത് കന്യാസ്ത്രീകൾക്ക് മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ ശിരോവസ്ത്രം കൊടുക്കുക എന്നുള്ളത് പിന്നീട് ഒരു നിയമപരമായി സഭയുടെ അംഗീകാരം ലഭിച്ച സന്യാസ സമൂഹമാണോ എന്നുള്ളതിന്, വത്തിക്കാനിൽ നിന്നോ അല്ലെങ്കിൽ മെത്രാൻ രൂപതയിൽ നിന്നോ അംഗീകരിച്ച സന്യാസ സമൂഹമാണോ എന്നുള്ള തിരിച്ചറിവിനുള്ള ഐഡൻറ്റിഫിക്കേഷനായി ഈ ശിരോവസ്ത്രം. കേരളത്തിൽ തന്നെ കർമ്മലീത്താക്കാർ ഈ ശിരോവസ്ത്രം ലഭിക്കാൻ വേണ്ടി കുറേ കാലം അപേക്ഷ കൊടുത്തിട്ട് രൂപതയിൽ നിന്നും ഒന്നും സാധിച്ചില്ല. പല നോമ്പുകളിലും ഉപവാസത്തിലും അവരുടെ പ്രധാന നിയോഗം ഈ ശിരോവസ്ത്രം ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു. അത് ഭക്തിപാരവശ്യത്താൽ ദൈവിക മൂല്യങ്ങളാൽ കൂടുതൽ നന്മയിൽ ജീവിക്കാനുള്ള ഉദ്ദേശമായിരുന്നോ അതോ അൽമായ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു റാങ്ക്, ഗസറ്റഡ് റാങ്കോ IAS റാങ്കോ പോലെ പൊതുസമൂഹത്തിലും സാധാരണ കത്തോലിക്ക സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഉയർന്ന ഒരു റാങ്കിന് വേണ്ടി ആയിരുന്നോ ആ ശിരോവസ്ത്രം ആഗ്രഹിച്ചത് എന്ന് പോലും സംശയിക്കാം. പിടിച്ചു വാങ്ങിയതുപോലെ വാങ്ങിയതൊക്കെ ഇന്ന് എടുത്തെറിയുന്ന സ്ഥിതി വ്യാപകമാണ്. ശിരോവസ്ത്രം ഒരു ഭാരമായി കണ്ട്, ഇതിൻ്റെ ചുമട് താങ്ങാനാവാത്തതായി കണ്ട് ഈ ഭാരം ഉപേക്ഷിക്കുന്ന സന്യാസിനികളാണ്, വ്യക്തിപരമായല്ല സന്യാസ സമൂഹങ്ങളാണ് കൂടുതലും. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ഈ പുതിയ തലമുറയിൽ പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിവേരുകൾ അന്വേഷിക്കുന്നവർക്ക്, വിശ്വാസ ജീവിതം നന്നായി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്? സാധാരണ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ? ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്നതാണോ അതോ ഇസ്ലാമികമാണോ? ഇതൊക്കെ പഠിക്കണ്ടേ? ഹെബ്രായ സ്ത്രീകളുടെ ആ പാരമ്പര്യം പിന്തുടർന്നുമുള്ള ഈ ശിരോവസ്ത്രം വേണോ വേണ്ടയോ? അതിന് വിശ്വാസപരമായി എന്തെങ്കിലും മൂല്യമുണ്ടോ ഇല്ലയോ? അത് സഭയൊന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഡിക്ലെയർ ചെയ്യണം. വേണ്ടെങ്കിൽ വേണ്ട, അത് ഡിക്ലെയർ ചെയ്യണം. എന്താണ് ശ്രേഷ്ഠ മൂല്യങ്ങൾ, എന്താണ് ഒഴിവാക്കേണ്ടത്, എന്താണ് കാലത്തിന് ചേരാത്തത് എന്നൊക്കെ വേർതിരിക്കണം. കാലത്തിന് ചേരാത്തത് എന്ന് പറഞ്ഞാൽ പുരോഗമന കാലത്ത് പലർക്കും ഇഷ്ടപ്പെടാത്തത് എന്നല്ല. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് അനുചിതമാണ്, വിശ്വാസത്തിന് വിരുദ്ധമാണ് എങ്കിൽ അതാണ് വെളിപ്പെടുത്തേണ്ടത്. ഇതൊക്കെ ഒരു പൊട്ടത്തരമാണ്, ഇതൊക്കെ ഒരു പള്ളി പ്രസംഗിക്കേണ്ട കാര്യമാണോ, ഇതിനൊക്കെ എന്ത് പ്രസക്തി ഇരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതിന് വളരെയേറെ പ്രസക്തി കൽപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു ഈ വിവാദ വിഷയത്തിന്. ശിരോവസ്ത്രം വളരെ പ്രധാന വിഷയമായിക്കൊണ്ട് തന്നെ സഭയെ കത്തി നിൽക്കുകയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണെന്ന് പ്രസംഗിച്ചൊരു കാലമുണ്ടായിരുന്നു. ഓരോ കാലത്തും സഭയുടെ പ്രബോധന വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്ന ചില പ്രത്യേക സബ്ജക്റ്റ് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ അറിയണം. എന്തൊക്കെയാണത്? ആരംഭകാലത്ത് അപ്പസ്തോലന്മാരെല്ലാവരും ഉത്സാഹിച്ചിരുന്നൊരു കാര്യം യേശുവാണ് ക്രിസ്തു എന്ന് പറയാനായിരുന്നു. യഹൂദ വംശം ഒന്നാകെ കാലഘട്ടങ്ങളായി, നൂറ്റാണ്ടുകളായി മിശിഹ എന്നതിൻ്റെ ഗ്രീക്ക് രൂപമാണ് ക്രിസ്തു. അപ്പോൾ ഈ ക്രിസ്തു വരുമെന്നറിയാം. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന, സുവിശേഷം പ്രസംഗിക്കുന്ന ഈ യേശു തന്നെയാണോ ആ ക്രിസ്തു എന്നായിരുന്നു സംശയം. യേശുവാണ് ക്രിസ്തു എന്നുള്ളതായിരുന്നു പ്രബോധനത്തിലെ ഏറ്റവും ആവശ്യകത ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് കാലം ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രത്യേക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന വിഷയമായിരുന്നു ഉത്ഭവപാപം എന്നുള്ളത്. എല്ലാ ശിശുക്കളും ജനിക്കുന്നത് നിഷ്കളങ്കതയോടെയാണ്, ഉത്ഭവപാപം എന്നൊന്നില്ല എന്ന വാദമൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയല്ല, പൂർവികരിലൂടെ വരുന്നത് സ്വന്തം മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് പകരപ്പെടുന്നുണ്ട്. പാപവാസനകളും പാപപ്രേരണകളും അവരുടെ ദുസ്വഭാവങ്ങളും കുറ്റവാസനകളും ഒക്കെ ഇങ്ങനെ പകരപ്പെടുന്നുണ്ട്. അത് മാമോദിസയിലൂടെ നീക്കപ്പെടുന്നുവെന്നും സഭയുടെ പ്രധാന പ്രബോധനമായി ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും നീക്കപ്പെടുന്നില്ല. തിരിച്ചറിവ് കിട്ടിയ ശേഷം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരും ആ ചായ്വിനോടൊക്കെ പോരാടി നേടിയെടുക്കേണ്ടതാണ് പുണ്യജീവിതം എന്നുള്ളത് തിരിച്ചറിയുന്നുമുണ്ട് അനേകർ. അപ്പോൾ ആ കാലത്തെ പ്രബോധനം അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇതാ ഒരു 17-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ 16-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് സഭയിലെ ഒരു പ്രധാനമായ വിഷയം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവമൊക്കെ വന്ന ശേഷം അപ്പസ്തോലിക കാലത്ത് ആരംഭിച്ചതും പിന്തുടരുന്നതുമായ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന, വെല്ലുവിളിക്കപ്പെടുന്നൊരവസ്ഥ വന്നു. ആ നാളുകളിൽ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമൊക്കെ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ ആധുനിക സഭയുടെ താത്വിക അടിസ്ഥാനമിട്ടത് വിശുദ്ധ അക്വീനോസ് ആയിരുന്നു. വിശുദ്ധ അക്വീനോസിൻ്റെ പ്രബോധനത്തിലും ഈ ശിരോവസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആവശ്യമാണ്, സ്ത്രീകൾക്ക് അത് അലങ്കാരവും കൂടിയാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഇനി പിന്നീട് വന്നപ്പോൾ സഭയിലെ പ്രബോധനത്തിന് ഊന്നൽ കൊടുത്തൊരു പ്രധാന വിഷയമായിരുന്നു 17-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ
പക്ഷേ കന്യാമറിയം വേദനയോടെ വളരെയേറെ നൊന്ത് പ്രസവിച്ചു എന്ന് ഒത്തിരി പേര് പ്രസംഗിച്ചു. അപ്പസ്തോലിക കാലത്തെ മുതൽ പാരമ്പര്യമനുസരിച്ച് കൈമാറപ്പെടുന്ന ബോധ്യങ്ങളനുസരിച്ച് ഉറച്ചു നിന്നുകൊണ്ട് സഭ പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം പക്ഷേ കന്യാമറിയത്തിൻ്റെ ഗർഭധാരണം സാധാരണ മനുഷ്യൻ്റെ ഇതുപോലെ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ വേദനിച്ച് പ്രസവിക്കുന്ന ഒരവസ്ഥ വന്നിട്ടില്ല എന്നൊക്കെയുള്ള പ്രബോധനങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഗോവ മെത്രാൻ മെനേസിസ് കേരളത്തിലെ നിരവധി പള്ളികളിൽ പോയി പ്രസംഗിച്ചു. അങ്ങനെ മറിയത്തെക്കുറിച്ച് തെറ്റായ പ്രബോധനം അരുത് എന്ന് പ്രസംഗിച്ചു. ഉദിയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകൾ എന്ന പുസ്തകത്തിലും ഉൾപ്പെടെ അതിൻ്റെ തെളിവുകൾ കാണാൻ പറ്റും. അന്ന് കേരളത്തിലെ സീറോ മലബാർ സഭ നെസ്തോറിയൻ സഭയുടെ ഭാഗമായിരുന്നു. അതുവരെയും കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നിട്ടില്ല. നെസ്തോറിയൻ സഭയുടെ ഭാഗമായി ബാഗ്ദാദിൽ നിന്നുമുള്ള മെത്രാന്മാരാണ് ഇങ്ങോട്ട് പുരോഹിതരെ അയച്ചിരുന്നത്. ഒരു നൂറ്റാണ്ട് കാലത്തോളം നെസ്തോറിയൻ സഭയുടെ ഭാഗമായിരുന്നു. ഇതുപോലെ 16-17 നൂറ്റാണ്ടുകളിൽ തന്നെ വളരെയേറെ ഊന്നൽ കൊടുത്ത് ആഗോള സഭയിൽ പ്രസംഗിക്കപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകളുടെ ശിരോവസ്ത്രം. അത് ഞാൻ തെളിവ് നിരത്താം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ബാല്യകാലം മുതലുള്ള ആത്മകഥ എഴുതിയൊരു പുസ്തകമാണ് ഇനീഗോ. അത് അദ്ദേഹത്തിൻ്റെ പഴയ പേരായിരുന്നു. ആ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, എല്ലാ സ്ത്രീകളും ധരിച്ചിരുന്ന ശിരോവസ്ത്രം ഉൾപ്പെടെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലൂടെ സഭയിലെ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി പല പ്രദേശങ്ങളിലും പോയി പ്രസംഗിച്ചിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട ഒരു പ്രധാന വിഷയമായിരുന്നു ആ പ്രദേശത്തൊക്കെ സഭയിൽ ഒത്തിരിയേറെ അശുദ്ധി, വിശ്വാസികളിലും പുരോഹിതരിൽ പോലും അശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. അതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം കണ്ടുപിടിച്ചതും ഏതൊക്കെ വിഭാഗങ്ങളിൽ ശിരോവസ്ത്രം വിശ്വാസികളായ സ്ത്രീകൾ, കന്യാസ്ത്രീകളല്ല, വിശ്വാസികളായ സ്ത്രീകൾ വെയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ക്രമേണ വിശുദ്ധി അത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതില്ലാതെ എന്തിന് വിശ്വാസം പ്രസംഗിക്കണം? അതുകൊണ്ട് അദ്ദേഹം ഈ ശിരോവസ്ത്രം ധരിക്കുന്ന പ്രദേശങ്ങളിലെ സഭകളിൽ മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. എന്നിട്ടോ അവരെ വീണ്ടെടുക്കാൻ മാർപ്പാപ്പയുടെയും മെത്രാൻ്റെയും പ്രത്യേകം കത്തോടുകൂടി ശിരോവസ്ത്രം സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിനെ അയക്കുന്നു എന്ന് പറഞ്ഞ് കത്തൊക്കെ വാങ്ങി അവിടെ ശിരോവസ്ത്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് ശിരോവസ്ത്രം എല്ലാ സ്ത്രീകളും ധരിക്കുന്ന ഇടവകളിൽ മാത്രമേ, ഇരുപതുകളിൽ മാത്രമേ അദ്ദേഹം പിന്നെ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ. ആ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, സ്ത്രീകളുടെ മാദകത്വം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തലമുടി. അതുകൊണ്ട് തന്നെ തലമുടി മറയ്ക്കുക, ശിരസ് മറയ്ക്കുക എന്നുള്ളത് സമൂഹത്തിൽ വിശുദ്ധിയിൽ എല്ലാവർക്കും വളരെ പ്രസക്തമായ കാര്യമാണെന്നാണ് വിശുദ്ധർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടി സഭയെ തകർക്കാൻ വേണ്ടി ഫ്രീ മേസൺ പ്രസ്ഥാനത്തിലൂടെ അവൻ്റെ നിഗൂഢ അജണ്ട തയ്യാറാക്കിയിരുന്നെന്നും ആ അജണ്ടയിൽ ഒന്നായിരുന്നു മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന നീക്കൽ, കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം നീക്കൽ, സഭാവസ്ത്രം തന്നെ നീക്കൽ, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അവരുടെ തന്നെ അജണ്ടയായിരുന്നുവെന്നും പല മെത്രാന്മാരിലൂടെയും പല പുരോഹിതരിലൂടെയും അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാദഗതിയുള്ളത്. ശിരോവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ സ്വന്തം ശിരസിനെ അവമാനിക്കുന്നു എന്നതുൾപ്പെടെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി വചനങ്ങളും ബൈബിളിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സഭാ പാരമ്പര്യവും ഈ വചനങ്ങളും വിശുദ്ധരുടെ പ്രബോധനങ്ങൾ ഇതെല്ലാം നിലവിലിരിക്കെ ഈ ശിരോവസ്ത്രം വളരെ ആഗ്രഹപൂർവ്വം സ്വീകരിച്ച് സന്തോഷപൂർവ്വം ധരിക്കുന്ന കന്യാസ്ത്രീകൾ ആത്മാർത്ഥതയോടെയാണോ ധരിക്കുന്നത്? സിസ്റ്റേഴ്സ് ഇത് കേട്ട് ബുദ്ധിമുട്ടരുത്, ഞാൻ നിങ്ങൾ ആക്ഷേപിക്കാൻ പറയുകയല്ല. ഒരു പൊതു ക്രിസ്തീയ വിഷയം അവതരിപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ആക്ഷേപിക്കാൻ പറയുകയല്ല. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ശിരോവസ്ത്രം ധരിച്ചൊരു കന്യാസ്ത്രീ, ഇതിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കിയ കന്യാസ്ത്രീ, ശരീരത്തിൽ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കാതെ ലൂസുള്ള വസ്ത്രം ധരിക്കണമെന്നൊക്കെ കണ്ടെത്തിയ വളരെ അടക്കവുതുക്കമുള്ള ഒരു കന്യാസ്ത്രീ സ്വന്തം അനിയത്തി, കെട്ടിക്കാറായ അനിയത്തി അല്ല കെട്ടിച്ചു വിട്ട ചേച്ചി ശരീരമെല്ലാം പ്രദർശിപ്പിക്കുന്ന ഇറുകിയ വസ്ത്രം ധരിക്കുമ്പോൾ ലൂസ് വസ്ത്രം ധരിക്കണം എന്ന് പറയാറില്ല. അനിയത്തി നല്ല മൂത്ത പ്രാർത്ഥനക്കാരിയായിരിക്കാം, പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ശിരോവസ്ത്രം ധരിക്കണമെന്ന് അനിയത്തിയോട് ചേർത്തിയോട് പറയാറുണ്ടോ? പറയാറില്ല. അപ്പോൾ എന്താ അതിനർത്ഥം? ഇവരെല്ലാം യൂണിയൻ ചേർന്ന് നമുക്ക് ഈ ശിരോവസ്ത്രം ഉപേക്ഷിക്കാമെന്നും നമുക്ക് ഈ സഭാവസ്ത്രം ഉപേക്ഷിക്കാമെന്നും തീരുമാനമെടുത്തിട്ട് സാധാരണ സാരി എടുത്ത് തലമുണ്ടില്ലാതെ നടക്കുമ്പോൾ ഇറുകിപ്പിടിച്ച ബ്ലൗസ് തന്നെ ധരിക്കാറുണ്ട്. അപ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോ? ഇത്രയും കാലം തലമുണ്ട് ധരിച്ചതിൽ, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോ? പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇപ്പോൾ അത് ധരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ വലിയ ഭാരമാണ്, ചുമക്കാനാവാത്ത ഭാരമാണെങ്കിൽ വേണ്ട, ധരിക്കേണ്ട, ഉപേക്ഷിക്കാം. പക്ഷേ ഒന്നുണ്ട്, പരിശുദ്ധ കത്തോലിക്ക സഭ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പഴയ കാലഘട്ടത്തിലെ പ്രബോധനങ്ങൾ തെറ്റായിരുന്നു, ശരിയായിരുന്നു, അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിലുപരി നിരവധി കന്യാസ്ത്രീകളിലെ പ്രധാന ദൗത്യം വിദ്യാഭ്യാസ മേഖലയിലാണ്, അധ്യാപകരാണ്. കന്യാസ്ത്രീകളും തങ്ങളുടെ കുട്ടികളെ സന്യാസ സമൂഹത്തിലേക്ക് ചേർന്ന് ഒരു നല്ല കന്യാസ്ത്രീയെ ജീവിക്കേണ്ട ആഗ്രഹമൊക്കെ സ്വപ്നമായി പകർന്നു കൊടുക്കാൻ പല സിസ്റ്റേഴ്സും ശ്രമിക്കാറുള്ളത് എനിക്കറിയാം. എന്നാൽ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന മേഖലയിലെ കുട്ടികളോടൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കണം, എൻ്റെ നിയോഗത്തിന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന സിസ്റ്റർ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു ഷാൾ എടുത്തിടണം എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ തലമുണ്ടിനോടൊക്കെ ശിരവസ്ത്രത്തോടൊക്കെ ഇത്രയേ ആത്മാർത്ഥത അവർക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.
വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം.